നമസ്കാരം. സിംബാബ്വേയിൽ നിന്നെത്തിയ ഒരു സംഘം സ്കോട്ട്ലൻഡ് അതിർത്തിയിൽ പുതിയൊരു രാജ്യം സ്ഥാപിച്ചത് വലിയൊരു വാർത്തയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇവരുടെ ഈ ഒരു പുതിയ നീക്കം. കുബാല രാജവംശം എന്നാണ് ഇവർ സ്വയം ഇതിന് പേരിട്ടിരിക്കുന്നത്. തങ്ങളുടെ മുൻഗാമികളെ 400ഓളം വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ബ്രിട്ടീഷ് രാജകുടുംബം ആഫ്രിക്കയിലേക്കും അമേരിക്കയിലുമൊക്കെ തന്നെ നാട് കടത്തിയതായിട്ടാണ് ഇവർ അവകാശപ്പെടുന്നത്. തങ്ങളുടെ ഭൂമി ഇവർ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. അതെല്ലാം തിരികെ പിടിക്കാനും സ്വന്തം രാജ്യം പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് തങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പ്രധാനമായും 3 പേരാണ് ഇപ്പോൾ ഇവരുടെ നേതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു പുരുഷനും 2 സ്ത്രീകളും. ഖാനക്കാരനായ കോഫി ഓഫെ, സിംബാബ്വേയിൽ നിന്നുള്ള ജീൻ ഗാഷോ എന്നിവരാണ് രാജാവും രാജ്ഞിയുമായി ജീവിക്കുന്നത്. ഇവരുടെ പേര് കിങ് അതേ ഹേ ഹേ എന്നും ക്യൂൻ നന്ദി എന്നും ഇവർ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ പറയുന്ന കോഫി ഓഫെ നേരത്തെ ഒരു പാട്ടുകാരനായിരുന്നു. ടെക്സസിൽ നിന്നുള്ള കൗറ ടൈലർ എന്നൊരു സ്ത്രീ കൂടി ഇവർക്കൊപ്പമുണ്ട്. ഈ കൗറ ടൈലർ എന്താണെന്നുള്ളത് ഇന്നും വ്യക്തമല്ല. ചില കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ വീട് വിട്ടു പോയതാണെന്ന് പറയപ്പെടുന്നത്. കുറേ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ എങ്ങനെയോ ഈ സംഘത്തിൽ വന്ന് പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. 2023 മുതൽ ഇവർ പുറത്തുവിടുന്ന സമൂഹ മാധ്യമങ്ങൾ ചിത്രങ്ങളിലൊക്കെ തന്നെ ഈ സ്ത്രീയെയും കാണാൻ കഴിയും. ഇവർ അവരുടെ വീട്ടുജോലിക്കാരിയാണ് എന്നാണ് പൊതുവെ ഇപ്പോൾ കരുതപ്പെടുന്നത്. കാരണം ഇവർ മുറ്റമടിക്കുന്നതും അതുപോലെ പാത്രം വൃത്തിയാക്കുന്നതും ചില സമയങ്ങളിൽ രാജാവിൻ്റെ രാജ്ഞിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നതുമായിട്ടൊക്കെയാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇവർ സ്കോട്ടിഷ് അതിർത്തിയിലെത്തി ഇവിടുത്തെ ഒരു സ്വകാര്യ ഭൂമിയിലാണ് ആദ്യം സാമ്രാജ്യം സ്ഥാപിച്ചത്. ആ ഭൂമിയുടെ ഉടമസ്ഥർ തുടർന്ന് കോടതിയെ സമീപിക്കുകയും അവർക്ക് അനുകൂല വിധി ലഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇവരിവിടെ നിന്ന് അധികൃതർ നീക്കം ചെയ്യുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ ചെയ്തത് ഈ കമ്പിവേലിക്ക് അപ്പുറമുള്ള അതിർത്തിയിൽ ചെന്ന് ഇവർ വീണ്ടും അവിടെ താമസം ഉറപ്പിക്കുകയും ഇതാണ് തങ്ങളുടെ സാമ്രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലുള്ള ജനങ്ങളാകെ തന്നെ ഇക്കാര്യത്തിൽ പ്രകോപിതരാണ്. കാരണം ഇവർ ആരാണ് ഏതാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഇവരുടെ ശരിക്കും ഉള്ള പേരെന്താണെന്ന് അറിയില്ല. ഇവിടെ സാമ്രാജ്യം സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നാണ് പലരും ചോദിക്കുന്നത്. തങ്ങളിവിടെ സ്വസ്ഥമായി ജീവിക്കുന്നതിനെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്നാൽ രാജാവ് രാജ്ഞിയും അവരുടെ കൂടെയുള്ള സഹായിയൊക്കെ തന്നെ പറയുന്നത് തങ്ങൾ കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാൻ പദ്ധതിയിടുന്നു എന്നാണ്. അങ്ങനെ ഇവിടെ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കാനും ഇവിടെ ശിഷ്ടകാലം സുഖകരമായി ജീവിക്കാനുമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും തങ്ങളുടെ നഷ്ടപ്രതാപം, അതായത് തങ്ങളുടെ പൂർവികർക്ക് നഷ്ടപ്പെട്ട ഭൂമിയും അവകാശങ്ങളുമൊക്കെ തന്നെ നേടിയെടുത്ത് ഇവിടെ തന്നെ തുടരും എന്നാണ് ഇവർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതേസമയം അധികൃതരാകട്ടെ ഇവരെ രണ്ടാമത് ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇപ്പോൾ ഇതിനുള്ള നോട്ടീസൊക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം കുബാല രാജാവും രാജ്ഞിയും എല്ലാം തന്നെ പറയുന്നത് ഇവിടുത്തെ ഒരു നിയമങ്ങളും തങ്ങൾക്ക് ബാധകമല്ല എന്നാണ്. ഇത് തങ്ങളുടെ രാജ്യമാണെന്നും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ തീരുമാനിക്കുന്നത് തങ്ങൾ തന്നെയാണ് എന്നും അതിന് സ്കോട്ടിഷ് അധികൃതർക്ക് ഒരു കാര്യം ചെയ്യാനില്ല എന്നുമാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ദിവസം ഇത് തുടരുമെന്ന് അറിയുകയില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ വലിയ താരങ്ങളായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങൾ കുറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്തുമോ എന്നുള്ളതാണ് സ്വാഭാവികമായി ഇപ്പോൾ സ്കോട്ടിഷ് അധികൃതരും സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇൻഫ്ലുവൻസേഴ്സായി മാറുന്ന പലരും അവർ നടത്തുന്ന ആഹ്വാനങ്ങൾ ചെവിക്കൊണ്ടുകൊണ്ട് എത്തുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇവരുടെ ഈ രീതികളും ഇവരുടെ ഈ ആഹ്വാനങ്ങളുമൊക്കെ ചെവിക്കൊണ്ട് ഈ ഒരുപക്ഷെ കറുത്തവർഗ്ഗക്കാർക്കായും മറ്റും ഇവരുടെ ഈ ആഹ്വാനങ്ങളൊക്കെ ചെവിക്കൊണ്ടിട്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പുരാതന വംശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനയുടെ നേതാക്കളോ പ്രവർത്തകരോ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുമോ എന്ന് സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും അധികൃതർ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് വരെ രാജാവും രാജ്ഞിയുമൊക്കെയായി കുബാല വംശത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ തന്നെയാണ് ഇവരുടെ നീക്കം എന്നാണ് കരുതപ്പെടുന്നത്.